the Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Oommen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടി ജി. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. ഉമ്മൻ ചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളം. രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത് നിന്ന് പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് കേട്ട ഉടനെ ഇടത് ശുഷ്കബുദ്ധികൾ അവരുടെ ലിമിറ്റഡ് ബിസിനസ് ബുദ്ധിയിൽ ഉദിച്ച ചില കണക്കുകളും ഉദ്ധരിച്ചൊക്കെ ഇതൊന്നും ഇവിടെ നടപ്പാക്കില്ല, എടുത്തുകൊണ്ട് ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. മന്ത്രിമാരുടെ പോർവിളിയാണ് ഈ പ്രഖ്യാപനത്തിനെതിരെ നടക്കുന്നത്. ഒന്നുമല്ലെങ്കിലും 5 കൊല്ലം വയനാടിന്റെ MP ആയിരുന്ന ആളാണ്, കോൺഗ്രസിന്റെ നേതാവാണ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. വെറുതെ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ PM പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം എന്ന് കരുതിയാൽ അത് നിങ്ങളുടെയൊക്കെ വിലയിരുത്തലിന്റെ യന്ത്രത്തകരാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയും 13 വിപ്ലവകരമായ നിയമങ്ങളും അതേസമയം ഡബിൾ ഡിജിറ്റ് സാമ്പത്തിക വളർച്ചയുമൊക്കെ സമ്മാനിച്ച 2 UPA സർക്കാരുകളെ നയിച്ച കോൺഗ്രസ് പാർട്ടിയുടേതാണ് ഈ പ്രഖ്യാപനം എന്നുകൂടി നിങ്ങൾ മറന്നുപോയി കാണും. അപ്പം നിന്നാ പോലെ ചുടുന്നതിന് മുമ്പ് തന്നെ കുഴിയണോ ഇടതന്മാരെ എന്നാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. നിലവിലുള്ള ഇൻഷുറൻസ് സമ്പ്രദായം ഉപയോഗിച്ചാൽ തന്നെ ഇതെങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഹെൽത്ത് ഇക്കണോമിക്സ് ഇൻഷുറൻസ് മേഖലയിൽ പണിയെടുക്കുന്നവർക്കെങ്കിലും മനസ്സിലാകും. അല്പബുദ്ധിയുള്ളവർക്ക് പക്ഷേ അത് മനസ്സിലാക്കാൻ പ്രയാസവുമാണ്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ കണക്ക് പ്രകാരം മൊത്തം 50,000 കോടിയിലേറെ രൂപയാണ് ആരോഗ്യ ചെലവായി കേരളത്തിൽ ചെലവാക്കപ്പെടുന്നത്. അതിൽ സർക്കാരിൻ്റെത് വെറും 16,000-ഓളം കോടിയും ബാക്കിയുള്ളത് ജനങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്ത് ചെലവാക്കുന്നതുമാണ്. അതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ OOP. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിലാണ്. അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ കടക്കണിയിൽ തള്ളിയിട്ട് കൊണ്ടേയിരിക്കുകയാണ്. 2011 സെൻസസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 90 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക്. ആ കണക്ക് വെച്ചാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് UDF തയ്യാറാക്കിയത്. ഇതിൽ പകുതി പേരെ ഉൾപ്പെടുത്തി നടപ്പാക്കിയാൽ എത്ര ചിലവ് വരും എന്നതാണ് ഇനി പറയാൻ പോകുന്ന കാൽക്കുലേഷൻ. കേരളത്തിൽ ഈ പകുതി കുടുംബങ്ങൾ അപ്പോൾ 45 ലക്ഷം വരും. ആകെ ജനസംഖ്യ 1.67 കോടി ആളുകൾ. ശരാശരി കുടുംബാംഗങ്ങൾ 3.7 പേർ ഒരു കുടുംബത്തിൽ. ജനസംഖ്യയുടെ 7% പേർക്ക് വർഷത്തിൽ ചികിത്സ ആവശ്യമായി വരും. ഒരു ആശുപത്രി ചികിത്സയ്ക്ക് ഏകദേശം 70,000 രൂപ ചിലവ് വരാം. ഏകദേശം ഒരു വർഷം ഏകദേശം 11.7 ലക്ഷം ആശുപത്രി കേസുകൾ ഇങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ പ്രതീക്ഷിക്കുന്ന വാർഷിക ക്ലെയിമുകൾ സാധാരണ ചികിത്സകൾക്ക് 8,160 കോടി രൂപ. ഗുരുതരമായ ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമുള്ളവരുടെ 1.5% വരുന്നത് 1,225 കോടി രൂപ വരും. അങ്ങനെ ആകെ ക്ലെയിമുകൾ 9,385 കോടി രൂപയാണ്. വൻകിട റിസ്ക് പൂളിങ്ങും സുതാര്യമായ ലേലവും വഴി ഇൻഷുറൻസ് കമ്പനികളുടെ നടത്തിപ്പ് ചെലവ് 12% കുറയ്ക്കാനും സർക്കാരിന് സാധിക്കും. ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ ഒരു ട്രസ്റ്റ് മോഡലാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 12% പിന്നെയും വെട്ടിക്കുറയ്ക്കാം. ആരോഗ്യ വകുപ്പിൽ തന്നെയുള്ള ഒരു വലിയ വിഭാഗം ഓഫീസ് ജീവനക്കാരും കൂടെ ചേരുമ്പോൾ ആവശ്യത്തിന് ജീവനക്കാരുമാകും ഇത് കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെ വരുമ്പോൾ ആകെ ഇൻഷുറൻസ് തുക 10,511 കോടി രൂപയാകും. പ്രതിവർഷ പ്രീമിയം ഒരു കുടുംബത്തിന് 23,300 രൂപയാകും. അത് സാധാരണ ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കുടുംബത്തിന്റെ പ്രീമിയത്തെക്കാൾ കുറവാണ്. ഇപ്പോൾ തന്നെ സർക്കാർ ആരോഗ്യത്തിന് 16,000 കോടി രൂപ ചെലവാക്കുന്നുണ്ടെന്നാണ് പ്രഖ്യാപനം പറച്ചിൽ. അതിൽ കുറച്ച് 7,000 കോടി രൂപ കൂട്ടിയാൽ ഭംഗിയായി തന്നെ ഈ കാര്യം ചെയ്യാനാകും. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധി അത് അംഗീകരിച്ച് പ്രഖ്യാപിച്ചതാണ്. അത് തയ്യാറാക്കിയത് ആരോഗ്യരംഗത്തെ വിദഗ്ധരാണെന്ന് എന്നെങ്കിലും ഇൻഷുറൻസ് മേഖലയിലെയൊക്കെ വിദഗ്ധരാണെന്നെങ്കിലും ഒന്ന് ഇടതുകാർ ഓർക്കുന്നത് നന്നായിരിക്കും.